എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു തനി നാടൻ കറിയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതും നമ്മൾ തേങ്ങയൊന്നും ചേർക്കാതെ തന്നെയാണിത് തയ്യാറാക്കിയെടുക്കുന്നത്. ഈ കറി നമുക്ക് പുട്ടിൻ്റെയോ അപ്പത്തിൻ്റെയോ പൊറോട്ടയുടെയോ ചപ്പാത്തിയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ഇഷ്ടമല്ലെന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത്. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഈ കറി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റവ് ഓണാക്കി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. അതിലേക്ക് കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. പിന്നെ 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു 2 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ്. അതേപോലെ ഒരു 10 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ഒരു സവാള ആയാലും ഉപയോഗിക്കാം. പിന്നെ നമുക്ക് 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളകിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. മുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടൊക്കെ എടുക്കുക. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. ഇനി നമ്മളിതിലേക്ക് ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല പഴുത്തൊരു തക്കാളിയായിരുന്നു. അപ്പോൾ അത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു പുളിരസം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തക്കാളി ചേർക്കുന്നത്. അതിന് ശേഷം ഇതൊന്ന് വഴറ്റിയിട്ട് കൊടുക്കുക. 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അതൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 1 കെട്ട് ചീരയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നന്നായിട്ട് കഴുകി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് പച്ച കളറുള്ള ചീരയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചുവന്ന കളറാണെന്നുണ്ടെങ്കിൽ അതായാലും എടുക്കുക, അല്ലെങ്കിൽ പാലക് ചീരയാണെന്നുണ്ടെങ്കിൽ അതായാലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല. ചീരയിൽ തന്നെ അത്യാവശ്യത്തിന് വെള്ളം ഉണ്ടാവും. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് അടച്ച് വെച്ചിരിക്കുക. അപ്പോൾ ഇവിടെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. എന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ പരിപ്പ് വേവിച്ച് വെച്ചിരുന്നതാണ് ചേർക്കുന്നത്. 1/2 കപ്പ് പരിപ്പ് 3 കപ്പ് വെള്ളത്തിൽ കുക്കറിൽ ഒരു 3 വിസിലിന് വേവിച്ചെടുത്ത് വെച്ചിരുന്നതാണ്. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളം ചേർത്തിട്ട് വേവിച്ച് വെച്ചിരുന്നതാണ്. അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് വെള്ളമൊന്നും തന്നെ ചേർക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ പരിപ്പ് വേവിച്ചപ്പോൾ തന്നെ ഒരു 3 കപ്പ് വെള്ളത്തിൽ വേവിച്ചത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ കട്ടിയായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിലേക്ക് പച്ചവെള്ളം ചേർക്കരുത്, ചൂടുവെള്ളം വേണം ചേർക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നതിന് ശേഷം ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കുറവാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. എന്നതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ കറി ഇവിടെ ഈ ഒരു പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിന് ഞാനിത് ഓഫ് ചെയ്ത് വെക്കുകയാണ്. കാരണം പരിപ്പായതുകൊണ്ട് തന്നെ കുറച്ച് സമയം ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ല കട്ടിയൊരു പരുവത്തിനായിട്ട് വരും. അപ്പോൾ ഈ ഒരു പാകത്തിന് നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത്രയുള്ളൂ, നമുക്ക് തേങ്ങയൊന്നും ചേർക്കാതെ തന്നെ നല്ല അടിപൊളി നാടൻ കറി. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്